നാട്ടുകാരെ അമ്പരപ്പെടുത്തി ശവക്കല്ലറയിൽ നിന്നും കണ്ണീർ പോലെ ജലം ഒഴുകുന്നു. തിരുവനന്തപുരം പൂവച്ചൽ പുനലാലിലാണ് സംഭവം. 3 വർഷം മുൻപ് മരിച്ച ലീലാഭയുടെ കല്ലറയിൽ നിന്നാണ് കണ്ണീർ പോലെ ജലം ഒഴുകുന്നത്. വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സൈഡിലേ ഉള്ളൂ, ഒരു സൈഡിലോട്ട് ഇല്ല. ഇവിടെ അങ്ങനെ മഴ പെയ്തിട്ടില്ല. നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണുനീര് പോലെയുള്ള ജലം ഒഴുകുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. കാരണം പൂപ്പലും പായലും ഒക്കെ പിടിച്ച കുറച്ച് പഴകിയ ഒരു വെള്ളം ആ ഒരു കല്ലറയിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ ആ ജലം ഒഴുകി വരുന്ന സ്ഥലം മെഴുകു പോലെയായി മാറുന്നു എന്ന് പറയുന്നു. അതും നമ്മൾ കൃത്യമായി പരിശോധിച്ചു. യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം സ്ഥിരമായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യമുള്ള ഒരു സ്ഥലത്തുണ്ടാവുന്ന പായലും പൂപ്പലും തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ സാധിച്ചത്. അതിങ്ങനെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അതല്ലാതെ അതിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ല. അത് മാത്രമല്ല, ഇത് 2 ദിവസങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരാഴ്ചകൾക്ക് മുൻപോ അവർ കണ്ട ഒരു സമയത്തോ വരുന്നതല്ല. അത് കുറേ നാളുകളായിട്ട് ജലം അതേ രീതിയിൽ ചെറിയ തോതിൽ വെള്ളം അത് ഇങ്ങനെ സാവധാനത്തിൽ അവിടെ വീഴുന്നുണ്ട്, നനവുണ്ട്. അതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് അത് നേരിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ആ ഒരു കല്ലറയ്ക്കുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. നശിപ്പിച്ചു. ഒരുപാട് ബ്ലോഗർമാരുടെ കഞ്ഞുകൂടി മുട്ടിച്ചു. അവർ ആ നാടിനെ ഭയപ്പെടുത്തി റീച്ച് കൂട്ടിയാണ്. എന്തായാലും ടൈല് പണിക്കാരന്റെ ക്വാളിറ്റി നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. ഒന്നിനെ എതിർക്കാതെയും വളരെ വ്യക്തമായും ആദരവോടെയും ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.